മാലേഗാവിൽ സ്ഫോടനം ഉണ്ടായി, നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു, അവിടെ ഒരുപാട് ആളുകൾക്ക് ജീവിതം നഷ്ടമായി. ഒരു വലിയ സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്, അത് കോടതി സമ്മതിക്കുന്നുണ്ട്. ആ സംഭവം ഉണ്ടായിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. അതിൽ തെളിവുകളില്ല, ഇവരെ കുറ്റപ്പെടുത്താൻ, ഇവരെ ശിക്ഷിക്കാൻ തെളിവുകളില്ല എന്നേ കോടതി പറഞ്ഞു. ഇത്തരം സംഭവങ്ങളിലെല്ലാം ഉണ്ടാകുന്ന പോലെ തെളിവുകളില്ല. എന്താണ് പ്രോസിക്യൂഷൻ തെളിവുകൾ കൊണ്ടുവരാൻ പറ്റിയില്ല, ഈ ബൈക്ക് ഇന്ന ആളുടെയാണ് എന്ന് എന്താണ് അവിടെ സ്ഥാപിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതായത് വളരെ നിസ്സാരമായിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് പോയാൽ വളരെ സാധാരണഗതിയിൽ പോലീസിന് ചെയ്യാവുന്ന കാര്യങ്ങൾ പോലും പോലീസ് ചെയ്തില്ലല്ലോ, അന്വേഷണ സംഘം ചെയ്തില്ലല്ലോ എന്ന് തോന്നലുണ്ടാകുന്ന സംഗതിയാണ്. അപ്പം നമ്മളിപ്പോൾ കാണുന്നത് ഈ സംഭവത്തിൽ ഇവർ കുറ്റക്കാരല്ല എന്ന ഒരു പൊതുബോധം അപ്പാടെ അങ്ങ് മാറ്റേണ്ടതുണ്ട് എന്ന നിലക്കല്ല. അവർ കോടതിയിലെ ഫൈറ്റിൽ വിജയിച്ചിരിക്കുന്നു. അവർക്കെതിരായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ മനഃപൂർവ്വമോ അല്ലാതെയോ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നൊരു സംഗതിയാണ് നമ്മൾ കാണുന്നത്. ഇവിടം കൊണ്ട് ഈ സംഗതി തീരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതായത് രാഷ്ട്രീയ ആധിപത്യം ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കൂടുതലായിട്ടുള്ളത് കൊണ്ട് അത് പല നിലക്ക് അന്വേഷണത്തെ സ്വാധീനിച്ചിട്ട് ആ അന്വേഷണ വേണ്ട രീതിയിൽ പ്രോസിക്യൂഷൻ തെളിവുകൾ ഹാജരാക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ട്, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം ഹാജരാക്കാതിരുന്നിട്ട് ഈ പറയുന്ന വിധി ഉണ്ടായി വന്നു, കോടതിക്ക് മുമ്പായ തെളിവുകളാണ് പ്രധാനം, ഈ വിധി ഉണ്ടായി വന്നു എന്ന വാദമായിരിക്കും സ്വാഭാവികമായിട്ടും നാളെ മുതൽ മുന്നോട്ട് വെക്കപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊരു ദിവസം ഈ പറയുന്ന പ്രമാദമായൊരു വിധി വന്നിട്ട് ഇവരെല്ലാം കുറ്റം വിമുക്തരായിരിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ വിശദാംശങ്ങൾ ആകപ്പാടെ തന്നെയും പറയേണ്ടതുണ്ട് എന്ന് പോലും ഞാൻ കണക്കാക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ എവിഡൻ്റായിട്ട്, വളരെ കൃത്യമായിട്ട് ആളുകളുടെ പൊതുബോധത്തിനകത്ത് ഇപ്പോൾ 10-16 വർഷം കഴിഞ്ഞൊരു പ്രശ്നമാണെങ്കിൽ തന്നെയും ഇതാര് ചെയ്തതാണ് എന്ന നല്ല ബോധ്യം ആളുകൾക്കുള്ളിലുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ പറയുന്ന കുറ്റവാളികളെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന പ്രതികളായിരുന്ന ആളുകളെ മുഴുവൻ എക്വിറ്റ് ചെയ്തതിന് ശേഷവും, ഒഴിവാക്കിയതിന് ശേഷവും, കുറ്റവിമുക്തരാക്കിയതിന് ശേഷവും ഇവരാരും ഇത് മുസ്ലിം തീവ്രവാദികൾ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയാണെന്ന് പറയാത്തത്. കാരണം ഇന്ത്യയിലെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സ്ഫോടനം നടത്തിയ ഉടനെ വരിക ഇതാ ഇസ്ലാമിക തീവ്രവാദികൾ ഇതാ ബോംബ് പൊട്ടിച്ചിരിക്കുന്നത് എന്നാണ്. ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത ജോസി ജോസഫ് എന്ന ദേശീയ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടർ, മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തിനകത്ത് ഞാനിപ്പോൾ വായിച്ചു. അദ്ദേഹം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അദ്ദേഹം ഓഫീസിലേക്ക് വരുമ്പോൾ ഈ വാർത്ത വരുമ്പോൾ തന്നെ ആ ഓഫീസിലുണ്ടായിരുന്ന 3/4 റിപ്പോർട്ടർമാരും ആളുകളും ഇത് ഇസ്ലാമിക ടെററാണ്, അതായത് ഇസ്ലാമിനകത്തെ 2 ധാരകൾ തമ്മിലുള്ള ടെറർ കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് അങ്ങനെ തന്നെയാണ് അറസ്റ്റിലായതും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പക്ഷേ ആ വാദം വരുന്നേ ഇല്ല. കോൺഗ്രസിനെതിരായിട്ട് രാഷ്ട്രീയമായിട്ടാണ് ആളുകൾ ഉന്നയിക്കുന്നത്. അപ്പോൾ ആളുകൾക്കറിയാം എന്താണ് സംഗതി. നമ്മുടെ നാട്ടിലെ പല കേസുകളിലും എന്ന പോലെ ഇതുപോലെ രാഷ്ട്രീയവും ഈ പറയുന്ന മതരാഷ്ട്രീയവും ചേർന്ന് കിടക്കുന്ന ഇത്രയും ഭീമാകാരമായിട്ടുള്ള സംഭവങ്ങളെല്ലാം എന്ന പോലെ പൊതുജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്താ സംഭവമെന്ന്. പക്ഷേ അതുകൊണ്ടാണ് അതവിടെ രൂഢമൂലമായിട്ട് കിടക്കുന്നുണ്ട്. ഇന്ന് മാത്രമല്ല, ഒരുപടി കിടന്ന് ഞാൻ ഒരു കാര്യം കൂടെ പറയും. ഇതിൻ്റെ പിന്നിൽ ഞങ്ങളാണ് എന്നത് രൂഢമൂലമായിട്ട് മനുഷ്യർക്കുള്ളിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുക തന്നെയാണ്. കേസിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഒഴിവാക്കണം, കുറ്റവിമുക്തരാവണം. പക്ഷേ ഇത് ഞങ്ങൾ ചെയ്തതാണെന്ന് പൊതുബോധത്തിൻ്റെ മനസ്സിൽ ഉണ്ടാകണം എന്നതുകൊണ്ടാണ് അവരാരും ഇത് ഞങ്ങളല്ല ചെയ്തതെങ്കിൽ പിന്നെ മറ്റാരാണ്, മറ്റവരല്ലേ എന്ന ചോദ്യം ഉന്നയിക്കാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു.